വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ഗുരുഭക്തർക്കും എൻ്റെ സ്നേഹസ്വാഗതം. ഞാൻ ഷേർലി ബാജി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബായേ നമഃ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ പുരാണം കേട്ട് സുകൃതികളാകുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ ഗുരുഭക്തർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബമാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുകയാണ് വോയിസ് ഓഫ് ഗുരു എന്ന ഈ ചാനൽ. ഓരോ ലക്കവും ഞങ്ങൾ നിങ്ങൾക്കായി വായിച്ച് കേൾപ്പിക്കുകയാണ് ഈ പങ്ക്തിയിലൂടെ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ സന്തോഷം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. തുടർന്ന് വരുന്ന എപ്പിസോഡുകൾ മുടങ്ങാതെ കേൾക്കുന്നതിന് വേണ്ടിയാണിത്. ഇനി ഇന്നത്തെ വായനയുടെ വിഷയം എന്താണെന്ന് നോക്കാം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബമാസികയുടെ ചീഫ് എഡിറ്ററും ശ്രീനാരായണ ഗുരുവിദ്യാപീഠം ആചാര്യനുമായ ശ്രീ സജീവ് കൃഷ്ണൻ്റെ തൂലികയിലൂടെ ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ള 18 പുരാണങ്ങൾക്ക് ശേഷം ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ പുരാണം 19ാമതായി 2026 ഏപ്രിൽ ലക്കം മുതൽ ഭഗവാന് പാദകാണിക്കയായി സമർപ്പിച്ചിരിക്കുന്നു. ഭാരത ചരിത്രത്തിലെ 19ാമത് മഹാപുരാണം ശ്രീമദ് നാരായണ ഗുരുപുരാണം നമോ ഭഗവതേ. ശ്രീമദ് നാരായണ ഗുരുപുരാണം നമോ ഭഗവതേ 3ാം അധ്യായം ഭാഗം 1 ഇന്നിവിടെ വായിച്ചു കേൾപ്പിക്കുന്നത്. ആദ്യം കഥ. ഇതുവരെ അകവും പുറവും നടക്കുന്ന യുദ്ധക്കെടുതികളുടെ പീഡ അനുഭവിച്ചുകൊണ്ട് വൈദികാചാര്യ സമക്ഷമെത്തിയ ഗുരുപാദാംബുജ രജോലവൻ എന്ന ആത്മസാധകനെ ഒരു മണ്ഡലക്കാലത്തെ സഹസ്ര ഗായത്രി ജപം ഉപദേശിച്ചു ആചാര്യൻ. മണ്ഡലവ്രതത്തിൻ്റെ 3ാം ദിവസം ആത്മസാധകന് ഗണപതി ദർശനവും 10ാം ദിവസം ഗുഹൻ്റെ സ്വപ്നദർശനവും ലഭിച്ചു. 11ാം ദിവസം രാവിലെ ചിത്തിരപ്പക്ഷിയാൽ ആക്രമിക്കപ്പെട്ട് ചിറകും കാലും പരിക്കേറ്റ നിലയിലൊരു ശുഗബാലിക ആത്മസാധകൻ്റെ പാദത്തിൽ ആലംബം തേടി. സാധകൻ ചിത്തിരപ്പക്ഷിയെ വിരട്ടിയോടിച്ച് ശുഗബാലികയെ രക്ഷിച്ചു. പത്നി സമേതനായി അവൾക്ക് ശുശ്രൂഷകളും ചികിത്സയും ചെയ്തു. 16ാം ദിവസം രാത്രി ശുഗബാലികയെ മടിയിൽ ഉറക്കുന്ന വേളയിലാണ് ഒരു ദിവ്യപ്രകാശം പ്രത്യക്ഷമായത്. ഈ മന്വന്തരത്തിൻ്റെ രക്ഷകനായ 7ാമത്തെ മനു വൈവസ്വതനായിരുന്നു അത്. ആ ചൈതന്യം ആത്മസാധകനോടെ കലിയുഗത്തിൻ്റെ ആശ്രയമായ മഹാഗുരു ശ്രീനാരായണനെക്കുറിച്ച് ഒരു മഹാപുരാണം എഴുതാൻ ആവശ്യപ്പെട്ടു. 19ാമത് പുരാണമായ ആ കൃതി ശ്രീമദ് നാരായണ ഗുരുപുരാണം എന്നറിയപ്പെടുമെന്നും നമോ ഭഗവതേ എന്നു പ്രാർത്ഥിച്ചുകൊണ്ട് അത് പാരായണം ചെയ്യപ്പെടണമെന്നും പ്രവചിച്ചു. ഗുരുപുരാണം എവിടെ നിന്ന് പറഞ്ഞു തുടങ്ങണം എന്ന് ആത്മസാധകൻ സംശയിച്ചു. പലമതസാരവുമേകമെന്ന് തത്വം ലോകത്തിന് നൽകിയ ഗുരുവിൻ്റെ പുരാണം ലോകമതങ്ങളുടെ ചരിതത്തിൽ നിന്ന് തുടങ്ങാൻ വൈവസ്വതൻ ഉപദേശിച്ചു. ശുഗബാലിക വിവിധ ജന്മങ്ങളിൽ പറവയായി വിവിധ ദേശങ്ങളിൽ ജനിച്ച ആത്മാവാണെന്നും അവൾ എല്ലാ മതങ്ങളുടെയും ശരിയായ ചരിതം പറഞ്ഞു തരുമെന്നും വൈവസ്വതൻ പറഞ്ഞു. മതപുരാണം കേട്ട് എഴുതിയ ശേഷം ഭാരതമുനിയുടെ പാദഭൂമികയായ രാമേശ്വരത്തെത്തി അഗ്നിതീർത്ഥത്തിൽ മുങ്ങി ജന്മപാപങ്ങൾ നശിപ്പിച്ച് 22 തീർത്ഥങ്ങളിൽ മുങ്ങി മൂവേഴുക്കളെ ശുദ്ധീകരിച്ചു വരണമെന്നും അതിനുശേഷം ഗുരുപുരാണം തുടരാനും വൈവസ്വതൻ ഉപദേശിച്ചു. വൈവസ്വതൻ മറഞ്ഞപ്പോൾ ശുഗബാലിക വിവിധ ജന്മങ്ങളിൽ കണ്ടറിഞ്ഞ മതചരിതം ഓരോന്നായി പറയാൻ തുടങ്ങി. ജൂതമതത്തെയും സൊറാസ്ട്രിയൻ മതത്തെയും കുറിച്ച് അവൾ 2 ദിവസങ്ങളിൽ പറഞ്ഞു. 3ാം ദിവസം അവൾ തവോയുടെ പുരാണമാണ് പറഞ്ഞത്. 4ാം ദിവസത്തെ രാവിൽ അവൾ ചൈനയിൽ സ്ഥാപിതമായ കൺഫ്യൂഷനിസത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നെ അവൾ ജപ്പാനിലെ ഷിൻഡോ മതത്തെക്കുറിച്ചും 5ാം രാവിൽ ഇന്ത്യയിലുണ്ടായ ജൈനമതത്തെക്കുറിച്ചും പറയുന്നു. തുടർന്ന് വായിക്കുക. ദൈവത്തിൻ്റെ വഴി. മതചരിത കഥനത്തിൻ്റെ 4ാം നാൾ രാവിൽ ശുഗബാലിക ആത്മസാധകനോട് ചോദിച്ചു, ദൈവത്തിൻ്റെ വഴി എന്നു പേരുള്ള ഒരു മതത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? സാധകൻ തൻ്റെ അജ്ഞത സമ്മതിച്ചു. അവൾ കഥയുടെ രസച്ചരട് മുറുക്കും വിധം മൊഴിഞ്ഞു തുടങ്ങി. എങ്കിൽ അങ്ങനെ ഒരു മതമുണ്ട്. അങ്ങ് ജപ്പാനിലാണ് അതിൻ്റെ ഉത്ഭവം. ഷിൻഡോ മതം എന്നാണ് അതിനെ വിളിക്കുന്നത്.
ഷിൻ എന്നും താവോ എന്നുമുള്ള വാക്കുകൾ ചേർന്നാണ് ഷിൻഡോ എന്ന നാമം ഉണ്ടായത്. ഷിൻ എന്നാൽ ദൈവം, താവോ എന്നാൽ മാർഗം അഥവാ വഴി, ഷിൻഡോ എന്നാൽ ദൈവത്തിൻ്റെ വഴി. ഷിൻഡോ മതത്തിന് വലിയ സ്വാധീനമായിരുന്നു ആ രാജ്യത്തുണ്ടായിരുന്നത്. എൻ്റെ ഒരു ജന്മത്തിൽ ഞാൻ ഷിൻഡോ വിശ്വാസികൾ തിങ്ങിപ്പാർക്കുന്ന കൻസായിയിലെ കോട്ടായിലാണ് താമസിച്ചിരുന്നത്. കിജി എന്ന് വിളിക്കപ്പെടുന്ന ഗ്രീൻ പെസൻ്റ് പക്ഷിവിഭാഗത്തിലായിരുന്നു ഞാൻ അവിടെ ജനിച്ചത്. പൂവൻകോഴിയുടേതുപോലെയുള്ള ദേഹവും പെൺമയിലിൻ്റെ വാലും കൂടിച്ചേർന്നാൽ എങ്ങനെയിരിക്കുമോ അതായിരുന്നു എൻ്റെ ആകാരം. ജപ്പാൻ ജനതയുടെ സ്വാഭാവികമായ ജീവിത പരിണാമത്തിനിടയിൽ രൂപപ്പെട്ട ഒരു സംസ്കാരമാണ് ഷിൻഡോ മതം. ഇന്ത്യയിലെ ഹിന്ദുമതം പോലെ തന്നെ അതിനൊരു സ്ഥാപകനില്ല. ജനങ്ങൾ പൊതുവെ തലമുറകളായി ആചരിച്ചു വന്ന ജീവിതം, അവരുടെ രൂഢമൂലമായ ചില വിശ്വാസങ്ങൾ എന്നിവ ചേർന്നാണ് ഷിൻഡോ മതമായത്. കാമിനോമിച്ചി എന്നാണ് ജാപ്പനീസ് ഭാഷയിൽ ഈ മതത്തെ വിളിക്കുന്നത്. കാമിയുടെ മാർഗം എന്നാണ് അതിൻ്റെ അർത്ഥം. കാമി എന്നാൽ അതീത വ്യക്തി, അതായത് ഇന്ദ്രിയങ്ങൾക്ക് അതീതനായവൻ എന്നർത്ഥം. കാമി എന്നാൽ ശക്തി എന്നാണ് വിവക്ഷ. പ്രപഞ്ചത്തിലെല്ലായിടത്തും ഈ ശക്തി വ്യാപിച്ചു നിൽക്കുന്നു. ഭൂമി, സ്വർഗം, ആത്മാക്കൾ, സൂര്യൻ, മൃഗങ്ങൾ, വൃക്ഷങ്ങൾ, സമുദ്രം, കൊടുമുടി, നദികൾ, പർവ്വതങ്ങൾ, മൈതാനങ്ങൾ, താഴ്വരകൾ, മനുഷ്യർ എന്നിവയിലെല്ലാം കാമി എന്ന അലൗകിക ശക്തി കുടികൊള്ളുന്നു എന്നാണ് ഷിൻഡോ മതത്തിൻ്റെ വിശ്വാസം. ഇതു ഹിന്ദു ദർശനത്തിൻ്റെ ഭാഗമാണ്. ലോകത്തെവിടെയായാലും മനുഷ്യൻ നന്മയെ കാണാൻ ശീലിച്ചാൽ അവൻ്റെ ബുദ്ധിയിൽ തെളിയുന്നത് ഒരേതരം ചിന്തകളും സങ്കല്പങ്ങളുമായിരിക്കുമെന്നതിന് തെളിവാണ് ഇന്ത്യൻ വിശ്വാസത്തോടെ സാദൃശ്യമുള്ള ഷിൻഡോ മതക്കാരുടെ വിശ്വാസങ്ങൾ. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് പരമഗുരു അരുളിയതിൻ്റെ വിശാലതയെ തൊട്ടറിയണമെങ്കിൽ എല്ലാ മതങ്ങളുടെയും ചരിതവും ദർശനവും പഠിച്ചാൽ മതിയെന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ കഥ പറയുന്നത്. ആത്മസാധക, നീ അത് ശരിയായി ഉൾക്കൊള്ളണം. എന്നിട്ട് ഈ വിശ്വപുരാണം എഴുതി ജനങ്ങളെ മത അന്ധത്വത്തിൽ നിന്ന് നീ മോചിപ്പിക്കണം. എങ്കിൽ മാത്രമേ പരമഗുരുവിൻ്റെ രണ്ടാം വരവ് സാധ്യമാകൂ. നിന്റെ ദൗത്യം വിജയിച്ചാലും പരമഗുരുവിൻ്റെ പ്രഭാവകാലം വരും. പരാജയപ്പെട്ടാലും അത് സംഭവിക്കും. വിജയിച്ചാൽ അത് മാനവകുലത്തിൻ്റെ ഒരു നവയുഗ പിറവിക്ക് നാന്ദി കുറിക്കുന്ന എഴുന്നള്ളത്തായിരിക്കും. നിന്റെ ദൗത്യം പരാജയപ്പെട്ടാൽ ആ എഴുന്നള്ളത്തെ എല്ലാം വലിച്ച് തന്നിലേക്കടുപ്പിച്ച് എരിച്ചു കളയുന്ന അഗ്നിശൈലം കണക്കെ ആയിരിക്കും. ഇതിലേത് വേണമെന്ന് ലോകർ തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ വിധിഹിതം നടക്കട്ടെ. ഷിൻഡോകൾ ആരാധിക്കുന്നത് കാമികളെയാണ്. കാമി ആരാധന ഹിന്ദുമതത്തിലെ ശാക്തേയ ആരാധനയ്ക്ക് തുല്യമായ ആശയമാണ്. ഏക ശരീരനായി പ്രത്യക്ഷപ്പെട്ട ദൈവം പിന്നീട് പല മൂർത്തികളായെന്നും അതിൽ അവസാന മൂർത്തിയിൽ നിന്ന് ഈസനാഗി എന്ന പുരുഷനും ഈസനാമി എന്ന സ്ത്രീയും ഉണ്ടായെന്നും അവർ ഒരുമിച്ച് ചേർന്ന് സൃഷ്ടിച്ചതാണ് മനുഷ്യകുലം എന്നുമാണ് ഷിൻഡോകളുടെ വിശ്വാസം. ബൈബിളിൽ പറയുന്ന ആദവും ഹവ്വയും പോലെ ഒരു ആശയമാണത്. ദ്വീപുകളും മരങ്ങളും കാറ്റും തീയുമെല്ലാം കാമികളായി രൂപം കൊണ്ടത് ഈ വഴിക്കാണ്. ചക്രവർത്തിമാരും ഇവരുടെ സന്തതി പരമ്പരകളാണ്. ഷിൻഡോ വിശ്വാസത്തിൽ ദുഷ്ടശക്തികളായ ദേവതകളും ഉണ്ട്. അതിലൊന്ന് മഴക്കാറ്റുണ്ടാക്കുന്ന ദേവനായ സുസാനോവാണ്. മനുഷ്യന് മരണശേഷം മാത്രമല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവികതയിലേക്ക് ഉയരാൻ സാധിക്കുമെന്ന് ഷിൻഡോകൾ വിശ്വസിക്കുന്നു. ലോകത്തെ സേവിച്ച എല്ലാ മനുഷ്യരെയും അവർ ദൈവങ്ങളായി കരുതുന്നു. മനസ്സുകൊണ്ട് ശുദ്ധനും സ്വഭാവം കൊണ്ട് നീതിമാനുമായ മനുഷ്യനല്ല, ദേവനാണ് എന്നാണ് അവരുടെ ആശയഗതി. സ്ത്രീകൾ ബഹുമാനിക്കപ്പെടുന്ന സമൂഹ നിർമ്മിതിയാണ് ഷിൻഡോകൾ നടത്തിയത്. സ്ത്രീകൾക്കും പുരോഹിതരാകാൻ കഴിയുമായിരുന്നു. ഷമാത്സ് എന്നാണ് സ്ത്രീകളായ പുരോഹിതരെ വിളിച്ചിരുന്നത്. ഷിൻഡോകളുടെ പ്രധാന ശാക്തേയ ആരാധനാമൂർത്തിയായ അമർത്തരാസു ദേവിയാണ്. അമർത്തരാസു സ്വർഗത്തെ ഭരിക്കുന്നവളാണ്. ഇസ്രായേലിൽ മിത്രമതക്കാർ സ്ഥാപിച്ച സൂര്യദേവിയുടെ ദേവാലയത്തിൽ ഷിൻഡോകളുടെ ദേവീദേവന്മാർ വർഷത്തിൽ ഒരിക്കൽ സന്ദർശനം നടത്താറുണ്ടെന്ന് ഇവർ വിശ്വസിക്കുന്നു. വിശ്വാസങ്ങളും ഭക്തിയും രാജ്യത്തിൻ്റെയും മതങ്ങളുടെയും അതിർവരമ്പുകളില്ലാതെ ആണ് ജനങ്ങളിലേക്ക് പടരുന്നത്. മതപരിവർത്തനത്തേക്കാൾ ആഴമേറിയ ഒരു വിശ്വാസ പരിവർത്തനം ലോകത്താകെ ജനങ്ങളിൽ കാണാം.
ഒരു മതത്തിൻ്റെ ദേവനെക്കുറിച്ച് അറിഞ്ഞാൽ അത് തങ്ങളുടെ വിശ്വാസ സംഹിതകളിലെ ഏതെങ്കിലും മൂർത്തിയുമായി സാദൃശ്യപ്പെടുത്തിയിട്ട് ആ ദേവനെയും പതുക്കെ ആരാധിച്ചു തുടങ്ങുന്ന ഒരു രീതി ലോകത്താകെയുള്ള ജനതകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ പലമതസാരവും ഏകമെന്ന പരമഗുരുവിൻ്റെ വീക്ഷണത്തിന് തെളിവായിട്ടാണ് ഞാൻ കാണുന്നത്. ഷിൻഡോകളുടെ ദേവാലയങ്ങൾ ചരിത്രപ്രധാനമായ സ്ഥലങ്ങളിലും കുന്നുകളുടെ മുകളിലുമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. തപസ്സനുഷ്ഠിക്കുന്നവരും മന്ത്രവാദികളും തീയിലൂടെ നടക്കുന്നവരുമൊക്കെ ഷിൻഡോ മതത്തിലുണ്ട്. പ്രാർത്ഥനയുടെ ഭാഗമായി മണിയടിക്കുന്ന രീതി ഷിൻഡോകൾക്കും ഉണ്ട്. പക്ഷേ പ്രാർത്ഥനയ്ക്ക് ഒരു ചട്ടക്കൂടുമില്ല. എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രാർത്ഥിക്കാം. യാത്ര പുറപ്പെടും മുമ്പേ, പരീക്ഷയ്ക്ക് പോകും മുമ്പേ, ജോലി തേടി ഇറങ്ങും മുമ്പൊക്കെ അവർ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കും. അമർത്തരാസു എന്ന ദേവി എല്ലാ അഭീഷ്ടങ്ങളും സാധിച്ചു തരുന്നവളാണ്. വിവാഹം ദേവാലയത്തിൽ വെച്ച് മാത്രമേ നടത്തൂ. ദേവാലയങ്ങളിൽ അതിനായി ഹാളുകൾ ഉണ്ട്. അവിടെ വെച്ച് ആ ദേവാലയത്തിലെ പുരോഹിതൻ വിവാഹം നടത്തിക്കൊടുക്കും. കുഞ്ഞുണ്ടായാൽ ആ ശിശുവിനെ കുടുംബക്കാർ എല്ലാവരും കൂടി ചേർന്ന് ദേവാലയത്തിൽ കൊണ്ടുപോകും. പുതുവത്സര ദിനത്തിൽ വെളുപ്പിന് തന്നെ കുന്നിൻ മുകളിലുള്ള ദേവാലയത്തിൽ എല്ലാവരും എത്തും. പുതുവർഷത്തിൽ ഉദിക്കുന്ന സൂര്യൻ്റെ ആദ്യകിരണങ്ങൾ മുഖത്തു പതിപ്പിക്കുന്നത് ആ വർഷത്തിൻ്റെ മുഴുവൻ ഐശ്വര്യമായാണ് കാണുന്നത്. പ്രാർത്ഥനയും നമസ്കാരവും കഴിഞ്ഞു വരുന്നവർക്ക് പുതുവത്സര ദിനത്തിൽ പുരോഹിതർ തൂവൽ കെട്ടിയ മരം കൊണ്ടുണ്ടാക്കിയ അമ്പ് നൽകും. ഹിന്ദുമത വിശ്വാസികളിൽ ശബരിമല ദർശനത്തിന് പോകുന്നവർ ശരംകുത്തിയിൽ കുത്താൻ വാങ്ങുന്ന അതേ അമ്പ് പോലെ ഒരെണ്ണമാണ് അത്. എല്ലാവരും വീടുകളിൽ കൊണ്ടുപോയി സൂക്ഷിക്കും. അടുത്ത വർഷം പുതിയത് കിട്ടും വരെ അത് വീട്ടിൽ വയ്ക്കുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം തെറ്റാതിരിക്കാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം. വീട്ടിൽ ദുർദേവതകൾ വരാതിരിക്കാനും ആപത്തുകൾ സംഭവിക്കാതിരിക്കാനും ഈ അസ്ത്രം വീട്ടിലുണ്ടായാൽ മതിയെന്ന് അവർ കരുതുന്നു. ബൈബിൾ, ഖുറാൻ എന്നിവ പോലെ ഒരു മതഗ്രന്ഥം ഷിൻഡോകൾക്കില്ല. എന്നാൽ അവരുടെ മതതത്വങ്ങൾ വിശദമാക്കുന്ന ദർശനങ്ങൾ പലതരം ഗ്രന്ഥങ്ങളിലായി കാണപ്പെടുന്നുണ്ട്. വായന ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നമസ്തേ. ഗുരുസാഗരം മാസിക വായിക്കാനും വരിക്കാരാകാനും ആഗ്രഹമുള്ളവർ 6282319294 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ഗൂഗിൾ പേ ചെയ്യേണ്ട നമ്പർ 8078188858. 600 രൂപ അടച്ചാൽ മാസിക ഒരു വർഷത്തേക്ക് തപാലിൽ ലഭിക്കുന്നതാണ്. 60 രൂപ അടച്ചാൽ സിംഗിൾ കോപ്പി ലഭിക്കും. കൂടാതെ മാസിക ഇപ്പോൾ ഓൺലൈനായിട്ടും വായിക്കാവുന്നതാണ്. ഒരു വർഷത്തേക്ക് 400 രൂപ അടച്ചാൽ 12 മാസം വായിക്കാവുന്നതാണ്. മാസികയുടെ ഓഡിയോ എഡിഷനും ഇപ്പോൾ ലഭ്യമാണ്. www.gurusagaram.com എന്ന വെബ്സൈറ്റിൽ മാസിക വായന ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ.